എക്സ്പ്ലോർ കുക്ക് ആൻഡ് ടേസ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മളുടെ റെസിപ്പി ലെമൺ രസമാണ്. അപ്പോൾ നമുക്കത് എങ്ങനെയൊന്ന് തയ്യാറാക്കാമെന്ന് നോക്കാം. ഒരു പാനിലേക്ക് തക്കാളി ചെറുതായി അരിഞ്ഞതൊന്ന്, അതേപോലെ പച്ചമുളക് ഒന്ന്. ഞാനിവിടെ ഒരു പച്ചമുളക് എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നോ രണ്ടോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മൾ ഇതിലേക്ക് മുളക് പൊടി ഒന്നും ചേർക്കുന്നില്ല, അപ്പോൾ പച്ചമുളകിൻ്റെ അളവ് കൂടുതൽ കൂട്ടി കൊടുക്കാവുന്നതാണ്. ഇഞ്ചി ചെറുതായി അരിഞ്ഞത് ഒരു ചെറിയ കഷ്ണം, അതേപോലെ കറിവേപ്പിലയും മല്ലിയില ഇതേപോലെ ഒന്ന് ചെറുതായി അരിഞ്ഞത്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഉപ്പ്. ഇതിലേക്ക് അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്നത് 3 കപ്പ് വെള്ളമാണ്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് തിളയ്ക്കാനായിട്ട് ഒരു 15 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഇത് തിളച്ചിട്ടുണ്ട്, നമുക്കൊന്ന് തുറന്ന് നോക്കാം. നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്ത തക്കാളിയൊക്കെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 1/4 കപ്പ് പരിപ്പ് വേവിച്ചതാണ്. അത് ആ വെള്ളത്തോടു കൂടി തന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുക. ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് അടച്ചു വെക്കാതെ തന്നെ തുറന്ന് വെച്ച് കുറച്ച് നേരം കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇത് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിൻ്റെ ഉപ്പ് കൂടെ ചെക്ക് ചെയ്യണം. ഇപ്പം വേണ്ടി ഇത് കറക്റ്റ് ഒരു കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിനകത്ത് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടെ ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരല്പം ജീരകമൊക്കെ വറുത്ത് ചേർക്കേണ്ടതുണ്ട്. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരല്പം നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂൺ നെയ്യോളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ നെയ്ക്ക് പകരമായിട്ട് എണ്ണ വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. 1 ടീസ്പൂൺ ജീരകം, അതേപോലെ തന്നെ കുറച്ച് കറിവേപ്പില, ഒരു വറ്റൽമുളക്, ഒരല്പം കായം. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ആ വറുത്ത് വെച്ചിരുന്ന ജീരകം ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരല്പം മല്ലിയിലൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ലാസ്റ്റായിട്ട് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നാരങ്ങാ നീരാണ്. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ നാരങ്ങാ നീരാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതെല്ലാം ചേർത്തതിന് ശേഷം ഒന്നുകൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ലെമൺ രസം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനെ ഒരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റിയെടുക്കാം.